ഹരേ കൃഷ്ണ. എല്ലാ കൃഷ്ണബന്ധുക്കൾക്കും സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം. ഇന്നീ കലിയുഗത്തിലെ സംസാര സാഗരത്തിൽ ഓരോ ദുഃഖങ്ങളാൽ നീന്തി തളരുകയാണല്ലേ, രോഗദുരിതങ്ങളാൽ നീന്തി വലയുകയാണ് നമ്മളെല്ലാവരും. അതിനുള്ള ഏക മാർഗം നമ്മുടെ ഭഗവാനോടുള്ള അകമഴിഞ്ഞ പ്രേമഭക്തി, അതുപോലെ പ്രാർത്ഥനയും മാത്രമാണ്. പ്രാണനിൽ അമൃത് വർഷിക്കുന്ന മൃതസഞ്ജീവനിയാണ് പ്രാർത്ഥന. ജീവന്റെ ആധാരശക്തി തപിക്കുന്ന പ്രാണനിൽ കുളിർനീരായി മനുഷ്യ ജീവിതത്തെ ധന്യമാക്കാൻ ഉപകരിക്കുന്ന സാധനയാണ് നമ്മുടെ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആധാരശില തന്നെ വിശ്വാസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ, എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഭഗവാൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഭഗവാന്റെ അമൃതവാണിയായ ഭഗവത്ഗീത ആര് ജപിക്കുന്നുവോ അവർക്ക് ഭഗവാന്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിത്തരും. അർജുനനെ തൊട്ടുനിന്ന് യുദ്ധം ചെയ്തതുപോലെ, അർജുനന്റെ കൂടെ ഉണ്ട് ഉറങ്ങിയതുപോലെ, അർജുനന്റെ കൂടെ കളിച്ചു നടന്നതുപോലെ നമുക്കും ഭഗവാൻ പ്രത്യക്ഷത്തിൽ വരും. നമുക്കെല്ലാവർക്കും ഭഗവത്ഗീത പഠിച്ച് മുന്നോട്ട് പോകാം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ആ ഭഗവത്ഗീതയെ ധ്യാനിക്കുകയാണ്. അത് നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്താലും, കാരണം നമ്മൾ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപത്തെ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുമല്ലേ. ആ ശാന്തമായ ആകാരത്തിൽ ഇങ്ങനെ ആ ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്ന് തുടങ്ങുന്ന ആ ധ്യാന ശ്ലോകങ്ങൾ ജപിച്ച് നമ്മുടെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തും. അതുപോലെയാണ് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരു ധ്യാന ശ്ലോകം തരും. അപ്പോൾ ഗീതയുടെ ധ്യാന ശ്ലോകം: ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നത് 18 അധ്യായങ്ങളോട് കൂടിയതും ഭഗവതിയുമായ ശ്രീമദ് ഭഗവത്ഗീതേ. അമ്മേ, മാതാവേ, ഞാൻ സംസാരനാശിനിയായ അവിടത്തെ എപ്പോഴും അനുസ്മരിക്കുന്നു, എപ്പോഴും നമിക്കുന്നു, എപ്പോഴും ഓർക്കുന്നു. ഹരേ കൃഷ്ണ.